വെൽക്കം ബാക്ക്. സോ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയുടെ യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ സ്കൂളിംഗ് ഓഫ് ഗേൾസ്, അവരുടെ ഇൻഇക്വാലിറ്റീസ്, റെസിസ്റ്റൻസ്, അതുപോലെ സേഫ്റ്റി അറ്റ് സ്കൂൾ, ഹോം ആൻഡ് ബിയോണ്ട്, പിന്നെ സെക്ഷൽ അബ്യൂസ്, വയലൻസ്, വെർബലൈസേഷൻ ഓഫ് സെക്ഷൽ അബ്യൂസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി, പ്രൊപ്പഗേഷൻ ഓഫ് പോപ്പുലർ ബിലീഫ്സ് ത്രൂ മീഡിയ, അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ചാപ്റ്റർ 8 റീസെൻറ്റ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് സ്കൂളിംഗ് ഓഫ് ഗേൾസ്. അപ്പോൾ എന്തൊക്കെ ആണ് സ്കൂളുകളിൽ ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ? ഒന്ന്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. അതൊരു മേജർ സോഷ്യൽ പ്രോബ്ലമാണ്. ഇപ്പോഴും ഇന്ത്യൻ സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയാസ് ഓഫ് ലൈഫിനും സ്ത്രീകളെ ഇപ്പോഴും അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. രണ്ടാമത്തത് പാട്രിയാർക്കൽ നോംസ്. അപ്പോൾ ട്രഡീഷണൽ പാട്രിയാർക്കൽ സിസ്റ്റംസ് സ്ത്രീകളെ ഒരു സെക്കൻഡറി അല്ലെങ്കിൽ സബോർഡിനേറ്റ് പൊസിഷനിലാണ് കീപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മറ്റൊരാളുടെ കീഴിലുള്ള അധികാരമില്ലാത്തൊരു പൊസിഷനിങ് ആണ് അവർക്ക് ചെയ്തിട്ടുള്ളത്, ബോത്ത് അറ്റ് ഹോം ആൻഡ് ഇൻ വർക്ക് പ്ലേസ്. ഇനി ഇമ്പാക്ട് ഓഫ് ഓൺ ലൈഫ് ആസ്പെക്ട്സ്. ഈ ഇൻഇക്വാലിറ്റി സ്ത്രീകളുടെ ഹെൽത്തിനെ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ, എഡ്യൂക്കേഷനെ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനൊക്കെ ബാധിക്കുന്നുണ്ട്. മറ്റൊരു വിഷയം ഏർലി മാരേജ് ആണ്. പെൺകുട്ടികളെ നേരത്തെ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാരേജ് കഴിപ്പിച്ചു വിടുന്നു. അത് അവരുടെ എഡ്യൂക്കേഷനെയും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നു. ഏർലി മദർഹുഡും നേരത്തെയുള്ള പ്രസവവും കാര്യങ്ങളും അവർക്ക് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബർഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഹെവി റെസ്പോൺസിബിലിറ്റീസ് ആണ് പലപ്പോഴും സ്ത്രീകൾക്ക് വീട്ടിൽ ചെയ്യേണ്ടി വരുന്നത്, ഡൊമസ്റ്റിക് ഡ്യൂട്ടീസും ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസും. അപ്പോൾ അവർക്കത് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊരു വിഷയം മാൽന്യൂട്രീഷൻ ആൻഡ് നെഗ്ലക്റ്റ് ആണ്. പലപ്പോഴും ഏറ്റവും അവസാനം കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ മെഡിക്കൽ കെയറും ഏറ്റവും അവസാനം അവർക്കായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പുവർ ഹെൽത്തും മാൽന്യൂട്രീഷനും ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ലോ ലിറ്ററസി റേറ്റ് 54% ഓഫ് വുമൺ ആണ് ആകെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, അക്ഷര വിദ്യാഭ്യാസമുള്ള ആളുകൾ, കമ്പയർഡ് ടു 76% ഓഫ് വുമൺ. അപ്പോൾ അവിടെ തന്നെ എത്രത്തോളം ആ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഗേൾസിന് വളരെ കുറച്ച് ചാൻസസ് ഓഫ് സ്കൂളിംഗ് ആണ് കിട്ടുന്നത് ഡ്യൂ ടു സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാരിയേഴ്സ്. ഇനി ബയസ്ഡ് ആയിട്ടുള്ള ലീഗൽ സിസ്റ്റം ആണ്. അൺഫെയർ ഇൻഹെറിറ്റൻസ്, സ്വത്ത് അല്ലെങ്കിൽ പാരമ്പര്യാവകാശം ഒരുപോലെ പങ്കിടുന്നില്ല. അവിടെ അന്യായമായിട്ടാണ് ഒരു ജെൻഡറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഡിവോഴ്സ് ലോസ് ആണെങ്കിലും സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസും പ്രോപ്പർട്ടി റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. മറ്റൊന്ന് ലാക്ക് ഓഫ് ഓട്ടോണോമി. ഈ ഫാക്ടേഴ്സ് എല്ലാം സ്ത്രീകൾക്ക് എക്കണോമിക് സെക്യൂരിറ്റിയും ഇൻഡിപെൻഡൻസും ഇല്ലാതാക്കുന്നുണ്ട്. സ്കൂളിംഗ് ഓഫ് ഗേൾസ്, ഇൻഇക്വാലിറ്റീസ് ആൻഡ് റെസിസ്റ്റൻസ്, അസസ്, റിട്ടൻഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. അപ്പോൾ ഈ ഡിസഡ്വാൻറ്റേജ് സ്കൂളിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രോഗ്രസ് ഉണ്ടെങ്കിൽ പോലും പെൺകുട്ടികൾ ഇപ്പോഴും ഡിസ്അഡ്വാൻറ്റേജ് ആണ്, പിന്നോക്കം തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ ഫേസിങ് എക്സ്ക്ലൂഷൻ ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ ലൈഫ് ലോങ് ഇക്വാലിറ്റി ആണ് ഇവർ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റീസിനെയും ഗ്രോത്തിനെയും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആസസ് ഇഷ്യൂസ് ഉണ്ട്. അതായത് ഗേൾസ് പലപ്പോഴും സ്കൂൾസിലേക്ക് ദേ ആർ അൺഎബിൾ ടു എൻറോൾ ഡ്യൂ ടു പോവർട്ടി, കൾച്ചറൽ നോംസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. റിട്ടൻഷൻ പ്രോബ്ലംസ് ഉണ്ട്. ഇനി ഈവൻ ദോ അവർ എൻറോൾഡ് ആണെങ്കിൽ പോലും ഗേൾസ് നേരത്തെ തന്നെ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട് ഡ്യൂ ടു ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, മാരേജ് ആൻഡ് ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്. എക്സ്ക്ലൂഷൻ ഫാക്ടേഴ്സിൽ വരുന്നതാണ് സോഷ്യൽ നോംസ്, സേഫ്റ്റി കൺസേൺസ് ആൻഡ് എക്കണോമിക് പ്രഷേഴ്സ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്ക്ലൂഷൻ ഗേൾസിന് വിദ്യാഭ്യാസത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ റിപ്പോർട്ട്സ് പ്രകാരം പ്രൈമറി എഡ്യൂക്കേഷൻ ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 31 അല്ലെങ്കിൽ 31 മില്യൺ ഗേൾസ് ഓഫ് പ്രൈമറി സ്കൂൾ ഏജ് സ്കൂളിൽ നിന്നും പുറത്താവുന്നുണ്ട്. ഏകദേശം 2013 ഗ്യാപ്പ് റിപ്പോർട്ട് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ലാർജ് ആക്സസ് ഗ്യാപ്പിനെ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം 32 മില്യൺ ഗേൾസ് ആണ് ലോവർ സെക്കൻഡറി സ്കൂൾ ഏജിൽ ഡ്രോപ്പ് ഔട്ട് ആകുന്നത്. ഇപ്പോൾ ഗ്ലോബൽ കൺസേൺ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ സ്കെയിലിൽ എത്രത്തോളം നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. റീജിയണൽ ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ സബ് സഹാറൻ ആഫ്രിക്കയിലാണ് ലോവസ്റ്റ് ജെൻഡർ പാരിറ്റി ഉള്ളത്. ഇവിടെ ഗേൾസിന് കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ ആക്സസ് കിട്ടുന്നുണ്ട് കമ്പയർഡ് ടു ബോയ്സ്. പിന്നെ ലിമിറ്റഡ് പാരിറ്റി അച്ചീവ്മെൻറ്റ്. ഓൺലി 2 out of 35 countries in this region have achieved gender parity in education. പക്ഷേ 35 കൺട്രീസുള്ള ഈ സബ് സഹാറൻ ആഫ്രിക്കയിൽ തന്നെ വെറും 2 രാജ്യങ്ങൾ മാത്രമാണ് എഡ്യൂക്കേഷനിൽ ജെൻഡർ പാരിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി അച്ചീവ് ചെയ്തിട്ടുള്ളൂ. സൗത്ത് ആൻഡ് വെസ്റ്റ് ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ വൈഡസ്റ്റ് ജെൻഡർ ഗ്യാപ്പാണ് കാണുന്നത്. സ്ട്രോങ് കൾച്ചറൽ ആൻഡ് സോഷ്യോ എക്കണോമിക് ബാരിയേഴ്സ് പലപ്പോഴും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അസസ് ഇഷ്യൂസ് എന്ന് നോക്കുകയാണെങ്കിൽ ഹൈ എക്സ്ക്ലൂഷൻ റേറ്റ് ആണ്. ഇപ്പോൾ സൗത്ത് ആൻഡ് വെസ്റ്റ് ഏഷ്യയിലൊക്കെ 80% ഓഫ് ഗേൾസ് ഒരിക്കലും സ്കൂളിംഗ് തന്നെ പോകുന്നില്ല. അവർ ഭയങ്കര ഇൻഇക്വാലിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. ബോയ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ 60% ഓഫ് ബോയ്സ് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു എക്സ്ക്ലൂഷൻ ഫേസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗേൾസിൽ 80% സ്കൂൾ പോലും കിട്ടുന്നില്ല. ബോയ്സിലാകെ 16% ആണ് ഇത് ഫേസ് ചെയ്യുന്നുള്ളൂ.
ആ ജെൻഡർ ഡിസ്പാരിറ്റി അത് ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ റൂട്ട് കോസസ് നോക്കുകയാണെങ്കിൽ പോവേർട്ടി, സോഷ്യൽ നോംസ്, സേഫ്റ്റി കൺസേൺ, അതുപോലെ തന്നെ പ്രയോറിറ്റൈസേഷൻ ഓഫ് ബോയ്സ് എഡ്യൂക്കേഷൻ ഒക്കെ ഈ ഗ്യാപ്പിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ജെൻഡർ പാരിറ്റി, അസമത്വം, ഇൻകംപ്ലീറ്റ് അച്ചീവ്മെൻ്റ് ആണ്. ഇപ്പോൾ പല കൺട്രീസും ജെൻഡർ പാരിറ്റി ഫുള്ളായിട്ട് അച്ചീവ് ചെയ്തിട്ടില്ല, എസ്പെഷ്യലി അറ്റ് ഹയർ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ പ്രൈമറി ലെവൽ പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ 69% കൺട്രീസും they are expected to achieve parity or സമത്വം in primary education, showing some improvement. സെക്കൻഡറി ലെവലിൽ നോക്കുകയാണെങ്കിൽ 48% കൺട്രീസ് മാത്രമാണ് ഈ ഒരു പാരിറ്റി അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ആ വൈഡനിങ് ഗ്യാപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് ഇതിനൊരു കാരണമാണ്. വെള്ളം ഫെച്ച് ചെയ്യുക, വെള്ളം കൊണ്ടുവരിക, ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുക, ഡെയിലി വർക്ക്സ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു ബാധ്യത തന്നെയാണ്. കെയർ റോൾസ്, ഇപ്പോൾ യങ്ങർ സിബ്ലിങ്സിന് അവർക്ക് ടേക്ക് കെയർ ചെയ്യേണ്ടി വരും, മദേഴ്സിനെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും, അതും അവരുടെ വർക്ക് ലോഡ് കൂട്ടുന്നുണ്ട്. ലോ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് പല ഫാമിലീസും അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ഡൊമസ്റ്റിക് കോൺട്രിബ്യൂഷനാണ് അവർ കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്നത്. സ്കൂൾസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ഗേൾസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ടു അറ്റൻഡ് ആൻഡ് കണ്ടിന്യൂ ദ സ്കൂളെല്ലാം പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പോവേർട്ടി നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ അത് ബാധിക്കുന്നുണ്ട്. ചിൽഡ്രന് സ്കൂൾ ആക്സസ് ചെയ്യാനുള്ളതും റെഗുലർ അറ്റൻഡൻസിനെയും ബാധിക്കുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഫുഡ് ആൻഡ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറൊക്കെ പ്രശ്നമാണ്. ഇറഗുലർ സ്കൂളിംഗ്, പുവർ ഹെൽത്തുള്ള കാരണം പലപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ആബ്സെൻ്റ് ആയിരിക്കും, അപ്പോൾ ഡ്രോപ്പ് ഔട്ട്സും കൂടും. മറ്റൊന്ന് ഏർലി മാരേജ് ആൻഡ് പ്രഗ്നൻസിയാണ്. ഫോഴ്സ്ഡ് ഏർലി മാരേജ്, പല പെൺകുട്ടികളും വളരെ യങ് ഏജിൽ തന്നെ മാരീഡ് ആണ്, അവരുടെ എഡ്യൂക്കേഷൻ അവിടെ വെച്ച് നിർത്തപ്പെടുകയാണ്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, ഇപ്പോൾ മാരേജ് പലപ്പോഴും സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻറ്ററപ്റ്റഡ് ട്രാൻസിഷൻ, പ്രൈമറി ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണെങ്കിലും ഇവിടെയും അത് ബാധിക്കുന്നുണ്ട്. ലൈഫ് സ്കിൽസ് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സ്കിൽസ് അവയർനെസ് എംപവർമെൻ്റ് എല്ലാം ഈ ഒരു സമയത്ത് അവർ മിസ്സാക്കുന്നുണ്ട്. പ്രഗ്നൻസി റിലേറ്റഡ് ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. പല പെൺകുട്ടികളും പ്രഗ്നൻസി അല്ലെങ്കിൽ മാരേജ് റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടും സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവാറുണ്ട്. സോഷ്യൽ സ്റ്റിഗ്മ, പ്രഗ്നൻറ്റ് ഗേൾസിന് സോഷ്യൽ പ്രശ്നവും ഡിസ്ക്രിമിനേഷനും ഡിസ്കറേജ്മെൻറ്റും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. ആൻഡ് ദർ ഇസ് എ നീഡ് ഫോർ റിഫോം, ഒരു സപ്പോർട്ട് വേണം എന്നുള്ളതാണ്. ടു റേസിംഗ് ദ ലീഗൽ ഏജ് ഓഫ് മാരേജ് ടു പ്രൊട്ടക്ട് ഗേൾസ് എഡ്യൂക്കേഷൻ. സേഫ്റ്റി ഇഷ്യൂസ്, സ്കൂൾ, ഹോം ആൻഡ് സൊസൈറ്റി. വൈഡ് സ്പ്രെഡ് വയലൻസ്, സെക്ഷൽ അബ്യൂസും വയലൻസും ഗേൾസിൻ്റെ എഡ്യൂക്കേഷനും സേഫ്റ്റിക്കും വലിയൊരു തടസ്സം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. 2007 റിപ്പോർട്ട് പ്രകാരം ദ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് വിത്ത് യുനിസെഫ് കണ്ടുപിടിച്ചൊരു ഡാറ്റയിൽ പറയുന്നത് 2 out of 3 ചിൽഡ്രൻ ഫേസ് ഫിസിക്കൽ അബ്യൂസ്. 3 കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 പേരെങ്കിലും ഫിസിക്കൽ അബ്യൂസ് നേരിടുന്നുണ്ട്. ഇതിൽ മോർ ദാൻ ഹാഫ് ഫേസ് സം ഫോം ഓഫ് സെക്ഷൽ അബ്യൂസ്. ഇതിൽ പകുതിയോളം പേരും സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസ്കുകളുണ്ട്. ഇപ്പോൾ ചിൽഡ്രൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഫേസ് എ ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്യൂസ് ആൻഡ് അസോൾട്ട്. ഇപ്പോൾ സ്കൂളുകളിൽ പോലും ഇത്തരത്തിലുള്ള കേസുകളുണ്ട്. അതുപോലെ തന്നെ ക്രൈം റേറ്റ്സ് കൂടുകയാണ്. ഇപ്പോൾ ചൈൽഡ് റേപ്പ് കേസസ് ഏകദേശം 337% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ 2001 ആൻഡ് 2011. എത്രത്തോളം കണ്ടീഷൻസ് മോശമാവുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ചൈൽഡ് മാരേജ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഇന്ത്യയിൽ ഇപ്പോൾ 1/3 ഓഫ് ദ വേൾഡ്സ് ചൈൽഡ് ബ്രൈഡ്സ് ഇന്ത്യയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഫിസിക്കലി ഇമോഷണലി സെക്ഷലി ഒക്കെ അവർ കൺട്രോൾഡ് ആണ്. അവർക്ക് ദേ ഹാവ് നോ ഏജൻസി, വിച്ച് മീൻസ് അവർക്കൊരു ദേ ഡോണ്ട് ഹാവ് എനി വോയിസ്. അവർക്കൊരു ശബ്ദമില്ല ഇൻ ദ സെൻസ് അവർക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല, ചോയ്സ് ഇല്ല, ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. വയലൻസും അബ്യൂസും, ഡൊമസ്റ്റിക് വയലൻസും ഫോഴ്സ്ഡ് സെക്ഷൽ റിലേഷനൊക്കെ അവർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ലീഗൽ പ്രൊട്ടക്ഷനും ഡിലേഡ് ആണ്. ഇപ്പോൾ സെക്ഷൽ അബ്യൂസിന് എതിരെ ഉള്ള ലോസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് പോലും 2012 അത്രത്തോളം ഡിലേഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. മറ്റൊന്ന് ഡൊമസ്റ്റിക് വയലൻസ് ലോ ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 എനാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല ചലഞ്ചസും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഫേസ് ചെയ്യുന്നുണ്ട്. സ്കൂൾ സേഫ്റ്റി ഇഷ്യൂ, അൺസേഫ് എൻവയോൺമെൻറ്റ്സ് ആണ്. പലപ്പോഴും ഗേൾസ് അൺസേഫ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ within school environments affecting attendance. Out of school girls, 3.8 million girls in India are still out of school. Poor infrastructure, unsafe and poorly equipped schools ആണ്. അത് പലപ്പോഴും പാരൻസിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട്. ലാക്ക് ഓഫ് സാനിറ്റേഷൻ, 2011 സെൻസസ് പ്രകാരം 51% ഹൗസ് ഹോൾഡ്സിലും 11% സ്കൂൾസിലും ടോയ്ലറ്റ്സ് ഇല്ല. അപ്പോൾ അത് പലപ്പോഴും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഇതൊരു മേജർ ക്യാമ്പയിനാണ്. ഇത് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്, അവരുടെ പ്രൊട്ടക്ഷനും എംപവർമെൻറ്റിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബഡ്ജറ്റിൽ 100 കോടിയോടെ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 50 crore ഫോർ വുമൺ സേഫ്റ്റി ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട്, 150 crore ഫോർ വുമൺ സേഫ്റ്റി ഇൻ സിറ്റീസ്.
പോളിസി സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ടു ഇംപ്രൂവ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എഡ്യൂക്കേഷനെയാണിത് കാണിക്കുന്നത്. അടുത്ത നീഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ മസ്റ്റ് ബി വ്യൂഡ് ബിയോണ്ട് സ്കൂളിംഗ് ബൈ കൺസിഡറിങ് സോഷ്യൽ, ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ്. ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ജെൻഡർ ഇൻഇക്വാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിനൊരു മൾട്ടി ഡയമെൻഷണൽ സ്ട്രാറ്റജി തന്നെ വേണം. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും പല ഗ്യാപ്സ് ഉണ്ട്. എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പും സ്ട്രോങ്ങർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസിയും നമുക്ക് ആവശ്യമാണ്. ടീച്ചേഴ്സിനും എഡ്യൂക്കേറ്റേഴ്സിനും ഇതിൽ വളരെ ഒരു കീ റോൾ തന്നെ പ്ലേ ചെയ്യാൻ പറ്റും ടു പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് അവയർനെസ്. കരിക്കുലം സജഷനിൽ പറയുന്നത് ജെൻഡർ സ്റ്റഡീസ് ഇൻക്ലൂഡ് ചെയ്യുക, ജെൻഡർ റിലേറ്റഡ് ടോപ്പിക്സ് സ്കൂൾ കരുത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യണം, ജെൻഡർ സെൻസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണം. ഇനി എങ്ങനെ നമുക്ക് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആണോ എന്നുള്ളത് മെഷർ ചെയ്യാം. മെഷേഴ്സ് ടു ഇംപ്രൂവ് ഗേൾസ് സേഫ് എഡ്യൂക്കേഷൻ ആൻഡ് സേഫ്റ്റി. അപ്പോൾ ക്രിട്ടിക്കൽ ക്വസ്റ്റൻ ഓഫ് ജെൻഡർ നോംസ്. സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യുക, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക ട്രഡീഷണൽ ജെൻഡർ നോംസിനെ. ഇക്വാലിറ്റി ജെൻഡർ റോൾസിൽ പ്രൊമോട്ട് ചെയ്യുക. സൊസൈറ്റി ഇഗാലിറ്റേറിയൻ ഐഡിയാസ് ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി, ഇക്വാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക. റെസ്പെക്ട് ചെയ്യുക വുമൺ ആൻഡ് ഗേൾസ്. ബോയ്സ് മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് ടു റെസ്പെക്ട് ബോത്ത് വുമൺ ആൻഡ് ഗേൾസ് ആസ് ഈക്വൽസ്, പേഴ്സണൽ സ്പേസിലാണെങ്കിലും സോഷ്യൽ സ്പേസിലാണെങ്കിലും. അതുപോലെ തന്നെ വയലൻസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഓരോ പുരുഷന്മാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇൻ പ്രിവെൻറ്റിങ് ആൻഡ് ഒപ്പോസിങ് വയലൻസ് അഗെയിൻസ്റ്റ് ഗേൾസ്. അതുപോലെ തന്നെ ബോഡ്ലി റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ റെസ്പെക്ട് ഫോർ ഗേൾസ് ബോഡ്ലി ഓട്ടോണോമി, സേഫ്റ്റി ആൻഡ് ഡിഗ്നിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് സൊസൈറ്റി. അടുത്തത് വരുന്നത് എംപവർമെൻറ്റ് ഓഫ് ഗേൾസ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ദ ക്യാൻ ബി എംപവേർഡ് ത്രൂ എഡ്യൂക്കേഷൻ ബിക്കോസ് അവർക്ക് നോളേജ്, കോൺഫിഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഒക്കെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് അഗെയിൻസ്റ്റ് അബ്യൂസ്. അവർക്ക് അവരുടെ ശബ്ദം ഉയർത്താനായിട്ട് തന്നെ പറ്റണം. ടുവേർഡ്സ് എനി ഫോം ഓഫ് അബ്യൂസ് ഓർ ഡിസ്ക്രിമിനേഷൻ. അൺവാണ്ടഡ് ബിഹേവിയറിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് ഒരു അൺവാണ്ടഡ് ബിഹേവിയർ, ഇൻഅപ്രോപ്രിയേറ്റ് ആക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് അവർ പഠിച്ചിരിക്കണം. സെൽഫ് പ്രൊട്ടക്ഷൻ ആൻഡ് അവയർനെസ്. Girls should be trained to protect themselves and be aware of their rights. Demanding rights and respect. They must be empowered to demand equal rights and respect in all spaces. എല്ലാ എൻവയോൺമെൻറ്റിലും they should be respected. അവർക്ക് ഡിഗ്നിറ്റി ഉണ്ട് ആൻഡ് they should receive the respect in both home and public spaces എന്നുള്ളതും അവർ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത റോൾ ഓഫ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് സൊസൈറ്റി. സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, ഒരു ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റിക്കും കമ്മ്യൂണിറ്റിക്കും കൊണ്ടുവരിക ടുവേർഡ്സ് ജെൻഡർ ഇക്വാലിറ്റി. ഡോക്ടേഴ്സിനെ വാല്യൂ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അവർ ഡൊമസ്റ്റിക് ആൻഡ് റീപ്രൊഡക്റ്റീവ് റോൾസ് മാത്രമല്ല, ദേ ഹാവ് പൊട്ടൻഷ്യൽസ് ആൻഡ് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട്. അവയർനെസ് ബിൽഡ് ചെയ്യുക. സ്കൂൾസും സൊസൈറ്റിയും ദേ മസ്റ്റ് വർക്ക് ടുഗെദർ ടു പ്രൊമോട്ട് അവയർനെസ് അബൌട്ട് ജെൻഡർ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കണം. ഇപ്പോൾ പെൺകുട്ടികളുടെ ഏത് സാഹചര്യത്തിലും അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തിരിക്കണം. സേഫ് ആയിട്ടുള്ള പബ്ലിക് ആൻഡ് എഡ്യൂക്കേഷണൽ സ്പേസസ് വേണം. അവർ സേഫാണ് സ്ട്രീറ്റ്സിലും സ്കൂൾസിലും അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉള്ളത് ഉറപ്പാക്കണം. സാനിറ്റേഷൻ ഫെസിലിറ്റി വേണം. സെപ്പറേറ്റ് ക്ലീൻ ആൻഡ് എഡ്യൂക്കേറ്റ് ടോയ്ലറ്റ്സ് ഗേൾസിന് വേണം അവരുടെ സേഫ്റ്റിയും ഡിഗ്നിറ്റിയും ഉറപ്പാക്കാനായിട്ട്. പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? പാരൻസും റെസ്പോൺസിബിൾ ആയിരിക്കണം ഫോർ അപ്ബ്രിങ്ങിങ് ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ചിൽഡ്രൻ. കോർപ്പറേറ്റ് സപ്പോർട്ട്സും വേണം. പല കോർപ്പറേറ്റ്സിനും CSR പ്രൊജക്ട്സിലൂടെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്സിലൂടെ ഗേൾസിൻ്റെ സേഫ്റ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദ റോൾ ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സിവിൽ സൊസൈറ്റി പ്രഷർ. സിവിൽ സൊസൈറ്റി ദേ മസ്റ്റ് ആക്റ്റീവ്ലി ഡിമാൻഡ് അക്കൗണ്ടബിലിറ്റി ഫ്രം ദ ഗവൺമെൻറ്. ഇപ്പോൾ ജെൻഡർ ഇഷ്യൂസ് പ്രോബ്ലംസ് വരുമ്പോൾ അത് ഗവൺമെൻറ് അഡ്വക്കേറ്റ് ആയിട്ട് തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. സീരിയസ് ഹാൻഡ്ലിംഗ് ഓഫ് ക്രൈംസിനെയൊക്കെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അർജൻസിയോടും കൂടെ തന്നെ ഹാൻഡിൽ ചെയ്യണം. പോലീസും ജുഡീഷ്യറിയും അഡ്മിനിസ്ട്രേഷനും ക്വിക്ക്, സ്ട്രിക്റ്റ്, എഫക്റ്റീവ് ആക്ഷൻ ഒഫൻഡേഴ്സിനെതിരെ എടുക്കണം. ഹോംസിലാണെങ്കിലും സ്കൂൾസിൽ ആൻഡ് പബ്ലിക് സ്പേസസിലാണെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവരണം. സിസ്റ്റം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. ലോ എൻഫോഴ്സ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യണം. പോലീസിങ് സിസ്റ്റംസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. ഒരു എഫക്റ്റീവ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടി. ഇപ്പോൾ പോലീസിലും ട്രാൻസ്പോർട്ട് സർവീസസിലാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻസിലൊക്കെ നമ്പർ ഓഫ് വുമൺ ഇൻക്രീസ് ചെയ്യണം. ഇക്വാലിറ്റി ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ദേ ഷുഡ് ഓൾസോ ഗെറ്റ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സേഫ്റ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ചാപ്റ്റർ 9 ജെൻഡർ ആൻഡ് സൊസൈറ്റി. ഇവിടെ ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി, മീഡിയ ഇൻഫ്ലുവൻസ്. അതായത് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ശരീരത്തെ ഒരു ഉപഭോഗത്തിനുള്ള ഒരു വസ്തു, ഒരു മെയിൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സെക്ഷൽ നീഡ്സ് ഓഫ് ദ മെയിൽ, അതിനെ വേണ്ടിയിട്ടുള്ള ഒരു ഉപഭോഗ വസ്തുവായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മീഡിയ പലപ്പോഴും ഒബ്ജക്റ്റിഫിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മീഡിയയിൽ പലപ്പോഴും സ്ത്രീകളെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിട്ടൊക്കെയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്, റാദർ ദാൻ considering the fact that there are also individuals with identity and dignity. ആത്മാഭിമാനമുള്ള വ്യക്തിത്വമുള്ള വ്യക്തികളായിട്ടല്ല, പക്ഷേ ഉപഭോഗത്തിനുള്ള വെറും വസ്തുക്കളായിട്ട് മാത്രമാണ് അവരെ
അപ്പിയർ ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് മീഡിയ ഫോംസ്, ഇതിപ്പോൾ ഫിലിംസിലും ആഡ്സിലും സോങ്സിലും ടെലിവിഷൻ പ്രോഗ്രാംസിലും ഈവൻ ന്യൂസസിൽ പോലും നമ്മളൊക്കെ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെ സെക്ഷൽ ഒബ്ജക്ട്സ് ആയിട്ടാണ് പലയിടത്തും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയയ്ക്കും ഈ സ്റ്റീരിയോ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് അബൌട്ട് മെൻ ആൻഡ് വുമൺ, അൺഹെൽത്തി ബിഹേവിയേഴ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ബിഹേവിയേഴ്സ് എസ്പെഷ്യലി യൂത്തിൻ്റെ ഭാഗത്ത് വരുന്നതിനും ഇതൊരു കാരണമാണ്. പിന്നെ സെക്ഷൽ കണ്ടന്റിനെ അക്സെപ്റ്റ് ചെയ്യുക, അതായത് സെക്ഷൽ കണ്ടന്റ് നോർമലൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ മീഡിയ ലവ് റൊമാൻസ് റിലേഷൻഷിപ്പിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വേസിൽ. പിന്നെ ഐഡിയൽ സ്റ്റാൻഡേർഡ്സ്, അതായത് സൊസൈറ്റിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വാട്ട് ഈസ് കൺസിഡർ ഐഡിയൽ ബ്യൂട്ടി, ബോഡി ഇമേജ് ആൻഡ് ബിഹേവിയർ, എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ സൗന്ദര്യം തുടങ്ങിയ കാര്യങ്ങളും മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ഇൻഫ്ലുവൻസ്, ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്നതിൽ മീഡിയയ്ക്ക് വളരെ മേജർ റോളുണ്ട്, എസ്പെഷ്യലി സെക്ഷൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ഇൻ സൊസൈറ്റി. ഇതിന് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും റിഗാർഡ്ലെസ് ഓഫ് ഏജ് ഓർ ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൊമേഴ്ഷ്യൽ മോട്ടീവ് ഉണ്ട്, പലപ്പോഴും സെക്സ് സെൽസ്, അതായത് സെക്ഷലൈസ് ചെയ്ത് കാണിച്ച ആ വസ്തു വിറ്റ് പോകുന്നുണ്ട് എന്നുള്ളൊരു രീതിക്ക് തന്നെ ഒരു ട്രെൻഡ് മീഡിയ ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റിഫിക്കേഷൻ ഇൻ റിയൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെയും പലപ്പോഴും സൊസൈറ്റിയിൽ who are influenced by media portrayals ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രോഫിറ്റ് മോട്ടീവാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ള ഇതിൻ്റെ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം ആണ്. ഇപ്പോൾ മീഡിയ മെസ്സേജസ് ഒക്കെ ആളുകളെ പെട്ടെന്ന് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഫോർ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അവരുടെ ബിഹേവിയറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ മീഡിയയിലൂടെ ലേൺ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ തിങ്കിങ് പാറ്റേണിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പല ബിലീഫ്സ് അബൌട്ട് റിലേഷൻഷിപ്പ്, ജെൻഡർ റോൾസ് ആൻഡ് സെക്ഷുവാലിറ്റി ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് ആയിട്ട് മാറാണ്. സ്ട്രോങ് ആൻഡ് ലാസ്റ്റിംഗ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് ആൻഡ് ആക്ഷൻസ് ഇൻ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കോൺസിക്വൻസസ് ആണ് ഇതിനുള്ളത്. ഹാംഫുൾ ലോങ് ടേം എഫക്ട്സ് ആണ് സോഷ്യൽ റിലേഷൻഷിപ്സിലും വാല്യൂസിലും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. മീഡിയ സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് ജെൻഡർ ആറ്റിറ്റ്യൂഡ്സ്, മീഡിയയിൽ പലപ്പോഴും മെൻ ആർ പോർട്രേഡ് ആസ് സെക്സ് ഡ്രിവൺ, എപ്പോഴും അവർ സെക്സിന് വേണ്ടി നിൽക്കുന്ന പോലെ. അപ്പോൾ അതും മെന്നിന് എന്താണ്, മീഡിയ ഓഫൻ ഷോസ് ദാറ്റ് മെൻ ആർ ഡോമിനേറ്റഡ് ബൈ സെക്ഷൽ ഡിസയേഴ്സ്, വുമൺ ആർ ദി ഒബ്ജക്ട്സ്. ഈ ഒരു മെയിൽ ഡിസയറിനെ തൃപ്തിപ്പെടുത്താനുള്ള വെറും ഒരു വസ്തുവായിട്ടാണ് സ്ത്രീയെ പലപ്പോഴും പോർട്രേ ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പിയറൻസിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. മെയിൽ ബോഡി ഇമേജ് ആൻഡ് അട്രാക്റ്റീവ്നെസ്സിലൊക്കെ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് സെക്ഷൽ കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. കാരണം അതിന് ഹൈ പോപ്പുലാരിറ്റി ഉണ്ട്. ദേ കൻ ഓൾസോ ഗെറ്റ് പ്രോഫിറ്റ് ബൈ യൂസിങ് സെക്ഷലൈസ്ഡ് കണ്ടന്റ്. അപ്പോൾ ഈ മീഡിയ എന്ന് പറയുന്നത് മൂവീസ്, ടെലിവിഷൻ, മാഗസിൻ, മ്യൂസിക് ഒക്കെയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? ടീനേജേഴ്സും യങ് പീപ്പിളാണ്. കാരണം അവരെയാണ് ഇത് കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ഡെലിവർ ചെയ്യുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ ഐഡിയാസ് അബൌട്ട് ലവ്, റിലേഷൻഷിപ്സ് ആൻഡ് പേഴ്സണൽ ഡിസയേഴ്സ് ആണ്. സെക്ഷൽ ആറ്റിറ്റ്യൂഡ്സിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ദ സൊസൈറ്റി. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടന്റ് ലൈക്ക് പോൺ ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ സെക്ഷുവാലിറ്റിയെ കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള എന്ത് നോളജും നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലപ്പോഴും അത് റിയാലിറ്റിയെ വികൃതമായിട്ട് ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പലപ്പോഴും അൺറിയലിസ്റ്റിക്, എക്സാജറേറ്റഡ് ആൻഡ് മിസ്ലീഡിങ് വ്യൂസ് ആണ് അബൌട്ട് റിലേഷൻഷിപ്സ് ആൻഡ് ബിഹേവിയർ അത് കൊടുക്കുന്നത്. ഇത് സൊസൈറ്റിയിൽ റിലേഷൻഷിപ്സിനെ കുറിച്ച് ഫാൾസ് ഐഡിയാസ് ആണ് കൊടുക്കുന്നത്. പലപ്പോഴും അൺറിയലിസ്റ്റിക് ഫാൾസ് ഐഡിയാസ് അബൌട്ട് റൊമാൻസ് ആൻഡ് സെക്ഷുവാലിറ്റി അത് പലപ്പോഴും ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ ഫങ്ഷനിങ്ങിനുള്ള സീരിയസ് കൺസേൺസ് ആണ് ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതുപോലെ തന്നെ ഇത് ഹാംഫുള്ളുമാണ് ടു യങ് പീപ്പിൾ. ഇനി അഡോളസെൻസിലുള്ള ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഇത്തരത്തിലുള്ള കണ്ടന്റിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു അഡോളസെൻറ്റ് അവരുടെ ഒരു സെൻസിറ്റീവ് സ്റ്റേജിലായിരിക്കാം ഇവർ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റിയും ബിഹേവിയറൊക്കെ എന്താണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, അവർ ഫോം ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ജെൻഡർ റോൾസിനെ കുറിച്ച് അവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും റിലേഷൻഷിപ്സും ഒക്കെ ഇപ്പോഴും ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ ആ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു എബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ മീഡിയ എന്ത് മെസ്സേജാണ് തരുന്നത് അതങ്ങനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അവർക്ക് ക്രിട്ടിക്കലി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊന്ന് ബോഡി ഇമേജ് ഇഷ്യൂസ് ആണ്. ഇപ്പോൾ ഏർലി ബോഡി അവയർനെസ്, ഇപ്പോൾ ഗേൾസിനെ കോൺഷ്യസ് ആവാണ് അവരുടെ ബോഡി വെയ്റ്റിനെ കുറിച്ച്, അപ്പിയറൻസിനെ കുറിച്ച് 8 വയസ്സാകുമ്പോൾ തന്നെ. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സിലും നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ 1970 ശേഷം ഒരു 400% ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പെർഫെക്റ്റ് ബോഡി വേണം, ഒരു അൺറിയലിസ്റ്റിക് പെർഫെക്റ്റ് ബോഡി വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് പെൺകുട്ടികളിലേക്ക്
വരികയാണ്. അതുപോലെ തന്നെ അവർക്ക് പേടിയാണ്, ദ ഫിയർ ഓഫ് റിജക്ഷൻ, അവർ അൺഅട്രാക്റ്റീവ് ആണോ, സോഷ്യലി അവർ റിജക്റ്റഡ് ആവുമോ എന്നുള്ളത്. ഇനി ബോയ്സിലാണെങ്കിലും ഇമേജ് പ്രഷർ ഉണ്ട്, ഒരു ഐഡിയൽ മസ്കുലർ ഫിസിക് വേണം, ഒബ്സസീവ് ബിഹേവിയർ ഒക്കെയാണ്, എക്സസീവ് വെയിറ്റ് ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിംഗ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യും, അൺഹെൽത്തി ആയിട്ട് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് ഡിസൈഡ് ബോഡി ഇമേജ് ഉണ്ടാക്കാനായിട്ട് അവർ നോക്കും. മീഡിയ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് നോളജ് ആണ്, ഒരു പ്രൈമറി ഇൻഫോർമേഷൻ സോഴ്സ് ആണ്. ഇവിടെ ചിൽഡ്രനും അഡോളസൻസും മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ആസ് എ മെയിൻ സോഴ്സ് ഓഫ് സെക്ഷൽ നോളജും കൂടിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ ടോപ്പ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ സെക്ഷുവാലിറ്റി. അപ്പോൾ അതിൽ റിലൈ ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ഇൻഫർമേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. അടുത്തത് ദ ഇഫക്ട്സ് ഓഫ് മീഡിയ ഒബ്ജക്റ്റിഫിക്കേഷൻ. അപ്പോൾ പലപ്പോഴും റിയൽ ലൈഫ് നമ്മുടെ ഒരു ബോഡിയും ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയൽ സ്റ്റാൻഡേർഡ്സും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും. അത് പലപ്പോഴും അതൃപ്തിയിലേക്കും നെഗറ്റിവിറ്റിയിലേക്കുമാണ് നയിക്കുക. നെഗറ്റീവായിട്ടുള്ള മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇനി സോഷ്യൽ കോൺസിക്വൻസസ് നോക്കുകയാണെങ്കിൽ റിസ്കി ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും. ടീൻ സെക്ഷൽ ആക്ടിവിറ്റിയിലൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ടീൻ പ്രഗ്നൻസീസ് കൂടുന്നുണ്ട്, ഏർലി ആൻഡ് അൺപ്ലാൻഡ് പ്രഗ്നൻസീസ്. അതുപോലെ STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസും കൂടി വരികയാണ്. അപ്പോൾ മീഡിയയുടെ ഡോമിനൻസ് ആണ് ഈ ഒരു ബിഹേവിയറിനുള്ള പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് കോസ് ക്ലിയർ ആണെങ്കിലും ഒരു സ്ട്രോങ് അസോസിയേഷൻ ഉണ്ട് എന്നുള്ളത് അൺക്ലിയർ ആണെങ്കിലും സ്ട്രോങ് അസോസിയേഷൻ ഉണ്ട്. മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പോൾ പല മ്യൂസിക് വീഡിയോസിലും സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഹണി സിംഗ് പോലുള്ള ആളുകളുടെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് മ്യൂസിക് കണ്ടന്റിന് വേണ്ടി പോലും അവരെ നോക്കുന്നത്. അപ്പോൾ സൊസൈറ്റി എങ്ങനെയാണ് ഒരു സമൂഹത്തിനെ പെർസീവ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നോർമലും അക്സെപ്റ്റബിളും ആയിട്ട് മാറുന്നുണ്ട്. സെക്ഷലൈസ്ഡ് പോർട്രയലാണ് ഇവിടെ നടക്കുന്നത്, പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഓവർലി സെക്ഷലൈസ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സ്. അപ്പോൾ അവിടെ ഒരു കൾച്ചറിൽ തന്നെ ഇതൊരു നോർമലൈസ്ഡ് ആറ്റിറ്റ്യൂഡായിട്ട് മാറുകയാണ്. ഈ സ്റ്റീരിയോടൈപ്സ് ഒക്കെ നോർമലൈസ്ഡ് ആവുകയാണ്. സൊസൈറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാണ്, ഫോളോ ചെയ്യാന്ന്. ഇത് പ്രോഫിറ്റ് ഡ്രിവൺ ആണ്, പ്രോഫിറ്റ് ബേസ്ഡ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബോത്ത് മെൻ ആൻഡ് വുമൺ കോൺട്രിബ്യൂട്ട് ടു റീഇൻഫോഴ്സിങ് സ്റ്റീരിയോടൈപ്സ്. ഒരു രണ്ടുപേരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ്സും ഇതുപോലെ സെക്ഷലൈസ്ഡ് ഇമേജിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ബേസ്ഡ് കണ്ടന്റ് ആണ് അവർ കൊടുക്കുന്നത്. അത് എക്സിസ്റ്റിംഗ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആൻഡ് ഐഡിയൽസിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒബ്ജക്റ്റിഫിക്കേഷൻ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. ഇത് നമ്മുടെ ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ദി പീപ്പിളിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. പല വാല്യൂസും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത് തന്നെ. മോറൽ ഡിക്ലൈനിലേക്കാണ് ഇത് നയിക്കുന്നത്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാവുന്നുണ്ട്. അഡോപ്ഷൻ ഓഫ് മീഡിയ ഐഡിയൽസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ എവ്രി വൺ, വുമൺ ആൻഡ് ബോത്ത് മെൻ. അവരത് ഇൻറ്റേർണലൈസ് ചെയ്യുകയും മീഡിയ ക്രിയേറ്റഡ് ഐഡിയൽസിനെ വർഷിപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സെൽഫ് ഇമേജ് നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, അവർ അതൃപ്തിയായിരിക്കാം അവരുടെ ശരീരത്തിൽ. ഈ സ്റ്റീരിയോടൈപ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് റിലേഷൻഷിപ്പിനെയും സെക്ഷുവാലിറ്റിയും ഒക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് മോട്ടീവാണ് നടക്കുന്നത്. പിന്നെ ബോഡി പാർട്സിൽ, ചില സ്പെസിഫിക് ബോഡി പാർട്സിൽ പലപ്പോഴും മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാം ഇൻസ്റ്റെഡ് ഓഫ് ദ ഹോൾ പേഴ്സൺ. അപ്പോൾ ആ ലോസ് ഓഫ് ഐഡൻറ്റിറ്റിയിലേക്ക് അത് നയിക്കുന്നുണ്ട്. അൺഅറ്റൈനബിൾ ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരാളുടെ ക്യാരക്ടർ, ഇൻ്റലിജൻസ്, ഇൻഡിവിജ്വാലിറ്റി ഒക്കെ അവിടെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിലിംസിലാണെങ്കിൽ വുമൺ ഡിഗ്നിറ്റിയും റെസ്പെക്റ്റുള്ള സ്ത്രീകളെ വളരെ അപൂർവം മാത്രമാണ് അവിടെ പോർട്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എഫേർട്സ് ഫോർ ഇക്വാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആ പോർട്രേറ്റ്സിൽ വരുന്നില്ല. പലപ്പോഴും അവരുടെ റോൾസ് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആണ്, അൺറിയലിസ്റ്റിക് ആണ്, ഇമാജിനറി ഇമേജസ് ആണ് അവിടെ പോർട്രേ ചെയ്യുന്നത്. മീഡിയ പോർട്രേൽ അക്രോസ് പ്ലാറ്റ്ഫോംസ് നോക്കുകയാണെങ്കിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പോർട്രേൽ നമുക്ക് കാണാം. ഫിലിംസ്, TV, മാഗസിൻസ്, മ്യൂസിക്, വീഡിയോസ്. ഒരു വുമൺ ആസ് ഷോൺ ആസ് മിയർ ഒബ്ജക്ട്സ് ഫോർ അട്രാക്ഷൻ. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആൻഡ് ഐഡിയാസ് ടു ദ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇത് നിലനിന്ന് പോകുന്നുണ്ട്. റീസെൻ്റ്ലി ഹാവ് വാച്ച്ഡ് ആൻ ആഡ് while watching the movie മോഹിനിയാട്ടം. അതിൽ കാണിക്കുന്ന ഒരു പെൺകുട്ടി വാസ് ട്രൈങ് ടു ഡ്രൈവ് എ കാർ. അവർ പോയിട്ടൊരു വീട്ടിലേക്ക് ഇടിക്കുന്നതാണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തത് റിപ്പീറ്റഡ്ലി ഷീ ഈസ് ഡൂയിങ് ദാറ്റ്. പക്ഷേ ആ വീട്ടിലെ പുരുഷൻ ഇറങ്ങി വന്നിട്ട് അത് കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് പറയുന്നത് ബിക്കോസ് ഷീ വാസ് പോർട്രേഡ് ആസ് എ വെരി പെർഫെക്റ്റ് ഐഡിയൽ ഷേപ്പ് വുമൺ. സോ ഹീ ഈസ് ഓക്കെ വിത്ത് ദാറ്റ് ബിക്കോസ് ഷീ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇപ്പോഴും നമ്മളൊരു തിയേറ്ററിലാണെങ്കിലും ഒരു ആഡ് ത്രൂ ആണെങ്കിലും നമ്മൾ കാണുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ഉണ്ട്, ഒബ്ജക്റ്റിഫിക്കേഷൻ ഉണ്ട്, പ്രോഫിറ്റ് ട്രെൻഡ് ഉണ്ട്. ഹെൽത്ത് ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇമ്പോസിബിൾ ബോഡി സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ട്രൈ ചെയ്യുന്നത്. അത് പലപ്പോഴും ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും ഈറ്റിംഗ് ഡിസോർഡറിലേക്കും നയിക്കും. യൂത്തിനെ അത് ബാധിക്കുന്നുണ്ട്. സോഷ്യൽ കോൺസിക്വൻസസ് ഉണ്ട്. സെക്ഷൽ എൻ്റർടൈൻമെൻറ്റ് യൂസേജിൽ
വർധനവ് വരുന്നുണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഏർലി ആൻഡ് അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് ആൻഡ് സെക്ഷൽ വയലൻസ് ഒക്കെ കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഡേറ്റിംഗ്, റൊമാൻസ്, സെക്ഷൽ ബിഹേവിയറിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. നെഗറ്റീവ് എഫക്ട്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്, അതിൻ്റെ ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് സൊസൈറ്റൽ ഇമ്പാക്റ്റ് ആണ് ഇതിനുള്ളത്. ചാപ്റ്റർ 10 റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. ജെൻഡർ പാരിറ്റി മീൻസ് ജെൻഡർ ഇക്വാലിറ്റി. എന്തൊക്കെ ഇഷ്യൂസ് ആണ് ജെൻഡറുമായി റിലേറ്റഡ് ചെയ്തിട്ട് സൊസൈറ്റിയിലുള്ളത്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്കറിയാം എല്ലാവരുടെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ, ഫാമിലി, വർക്ക് പ്ലേസ്. ഇതിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന് പല ആറ്റിറ്റ്യൂഡ് ചേഞ്ചസും നമുക്ക് വേണം. അപ്പോൾ യങ് പീപ്പിളിന് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ടീച്ചേഴ്സിൻ്റെ റോള് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് നോളജ് അബൌട്ട് ജെൻഡർ ഇഷ്യൂസ്, പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക വാട്ട് ഈസ് ജെൻഡർ ഇൻഇക്വാലിറ്റി, വാട്ട് ഈസ് ജെൻഡർ സെൻസിറ്റിവിറ്റി. അതുപോലെ തന്നെ പല ടീച്ചേഴ്സും നോയിങ്ങിലി ഓർ അൺനോയിങ്ങിലി ഈ സ്റ്റീരിയോ ടൈപ്സിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളോട് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ, ബോയ്സിനോട് പെർഫോം ചെയ്യാൻ ആവശ്യപ്പെടുകയും ഗേൾസിനെ പാസീവായിട്ട് കാണുകയുണ്ട്. എൻകറേജ്മെൻറ്റ് ബയസ്, ബോയ്സിനെ ദേ ആർ എൻകറേജ്ഡ് ടു സക്സീഡ്, പക്ഷേ ഒരു ഈക്വൽ മോട്ടിവേഷൻ ഗേൾസിന് കൊടുക്കുന്നില്ല. പല ടീച്ചേഴ്സും ദേ ആർ നോട്ട് ഈവൻ കോൺഷ്യസ് എന്തോരം ഡിസ്ക്രിമിനേറ്ററി ആണ് അവരുടെ ബിഹേവിയർ എന്നുള്ളത്. ഇനി അവർ ഫാമിലി കൾച്ചറിനൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. ടീച്ചറിൻ്റെ ബിലീഫാണ് ഒരു തലമുറയെ തന്നെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൾച്ചറൽ വാല്യൂസ് ആണ് നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ ആ തലമുറയെക്കുറിച്ച് പിന്നെ അധികം പറയേണ്ട കാര്യമില്ല. ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ദർ ഇൻ ചിൽഡ്രൻസ് ഐഡിയാസ്, ബിലീവ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ് ജെൻഡർ റോൾ. സോ ഇറ്റ് ഈസ് ദ ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ബി കെയർഫുൾ അബൌട്ട് ദെയർ ബിഹേവിയർ ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റുഡൻസ്. ആറ്റിറ്റ്യൂഡും പെർസ്പെക്റ്റീവും എല്ലാം ഒരു ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ആയിരിക്കണം. ഇപ്പോൾ ജെൻഡർ റോൾസ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം. ഇനി മറ്റൊന്നാണ് ജെൻഡർ സെൻസിറ്റിവിറ്റി. ഇപ്പോൾ പലപ്പോഴും ക്ലാസ് എന്ന് പറയുന്നത് പല ബയസും മുൻവിധികളുണ്ടാവാം, അത് കമ്മ്യൂണിക്കേഷൻ പാർട്ടിസിപ്പേഷനെ ബാധിക്കാം. ഇപ്പോൾ ചില സ്റ്റുഡൻസിന് കൂടുതൽ അറ്റൻഷൻ കിട്ടാം, മേ ബി ബേസ്ഡ് ഓൺ ദർ ജെൻഡർ. ഇപ്പോൾ ജെൻഡർ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് പെർഫോമൻസിനെ, അച്ചീവ്മെൻറ്റിനെയും ബാധിക്കാം. അപ്പോൾ ടീച്ചർ എല്ലാ ജെൻഡർ ഇഷ്യൂസും ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ അഡ്രസ്സ് ചെയ്യണം. പ്രോപ്പർ ടൈമിങ്ങും അവയർനെസ്സും അവർക്കും ആവശ്യമാണ്. They should demonstrate gender equality in behavior. Gender awareness among stakeholders. പാരൻസും ടീച്ചേഴ്സും എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കണം, വർക്ക്ഷോപ്സ് ആൻഡ് എവറിത്തിങ്. കരിക്കുലം ചേഞ്ചസ് വേണം. പോളിസി, ജെൻഡർ സെൻസിറ്റീവ് പോളിസീസും വേണം. കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ദേ ഷുഡ് ബി ഫ്രീ ഫ്രം ജെൻഡർ ബയസ്. പല ടെക്സ്റ്റ് ബുക്കിലും ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്, അതിനൊക്കെ മാറ്റണം. ടീച്ചർ ഇൻട്രാക്ഷൻ ബയസ്, ടീച്ചർ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അത്തരത്തിലുള്ള യാതൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. ഹിഡൻ കരിക്കുലം മാറ്റണം. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വേണം. ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യണം. എഡ്യൂക്കേഷണൽ സിസ്റ്റം ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കണം, ഇൻക്ലൂസീവ് ആയിരിക്കണം, ഈക്വൽ പാർട്ടിസിപ്പേഷൻ വേണം. ലീഡർഷിപ്പ് റോൾസ് രണ്ട് ജെൻഡേഴ്സിനും കൊടുക്കണം. ഗൈഡ് ലൈൻസ് ബൈ ജെൻഡർ എക്സ്പേർട്ട്. ഇപ്പോൾ ഹെഡ് ഗേൾ, ഹെഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊസിഷൻ ഉണ്ടല്ലേ. ബോയ്സിന് ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഗേൾസിന് ഒരു റെപ്രസെൻറ്റേറ്റീവ്, അതൊക്കെ ലീഡർഷിപ്പ് റോൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഗൈഡ് ലൈൻസ് ബൈ ജെൻഡർ എക്സ്പേർട്സ്. ജെൻഡർ എക്സ്പേർട്സിൻ്റെ ജെൻഡർ സെൻസിറ്റീവ് പ്രാക്ടീസസിനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എക്സ്പേർട്സിനെ ഇൻവോൾവ് ചെയ്യണം. പോളിസീസും മറ്റു കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇനി ഗവൺമെൻറ് ആൻഡ് NGO ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് കൊളാബറേറ്റീവ് ആയിട്ടുള്ള എഫേർട്ടും കോപ്പറേഷനിലൂടെ നമുക്ക് ഈ ഡിസ്ക്രിമിനേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യുക. ദിസ് ഐ ഹാവ് ബീൻ ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. സോ എഡ്യൂക്കേഷണൽ പോളിസി ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കണം, ഇൻക്ലൂസീവ് പ്ലാനിങ് ആയിരിക്കണം, സിസ്റ്റം ലെവൽ ഇമ്പാക്റ്റ് വേണം. പോളിസീസ് ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കണം, അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കരിക്കുലത്തിനെയും പ്രാക്ടീസസിനെയും പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യണം. ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് വേണം. മാൻഡേറ്ററി ആയിട്ടുള്ള ജെൻഡർ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എല്ലാ ടീച്ചേഴ്സിനും കൊടുക്കണം. ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലും സർട്ടിഫിക്കേഷൻസിലും കോഴ്സസിലും ഒക്കെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ഒരു കമ്പൽസറി കോമ്പണൻ്റ് ആയിരിക്കണം. ടീച്ചേഴ്സിന് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇത്തരത്തിലുള്ള ബയസുകളെ എലിമിനേറ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും പഠിക്കണം. സ്പെഷ്യൽ അറ്റൻഷൻ മെയിൽ ടീച്ചേഴ്സിനാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. ബിക്കോസ് ദേ മേ ക്യാരി these things and reinforce stereotypes unconsciously or consciously. They have only used the word unknowingly, അറിയാതെ, unconsciously എന്നൊക്കെയാണ് ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. സോ ഡെവലപ്പിംഗ് അവയർനെസ് ആൻഡ് സ്കിൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ടീച്ചേഴ്സിനെ ജെൻഡർ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് എടുക്കുക. ഇക്വിറ്റബിൾ ആയിട്ടുള്ള ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. എക്സ്ട്രാ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നമുക്ക് കുറച്ചും കൂടെ അൺകൺവെൻഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഗേൾസ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുക. സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കാം. റൂറൽ ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് ഏരിയാസിൽ പെൺകുട്ടികളെ എൻകറേജ് ചെയ്യുക ടു അറ്റൻഡ് സ്കൂൾ. സ്കോളർഷിപ്സ്, ഫ്രീ ടെക്സ്റ്റ് ബുക്സ്, യൂണിഫോംസ്, ഫുഡ് സ്കീംസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വുമൺ എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് ആണ്.
പത്രത്തിലുള്ള ബെനിഫിറ്റ് കൊടുക്കുന്നത് ഈക്വൽ ആക്സസും പാർട്ടിസിപ്പേഷനും ഉറപ്പാക്കും. സ്കൂൾ പാരന്റ് പാർട്ട്ണർഷിപ്പ് വേണം. ഇത് കൊളാബറേഷനെ സ്ട്രെങ്തൻ ചെയ്യും. സ്കൂൾസ് ആൻഡ് പാരൻസ് ഷുഡ് വർക്ക് ടുഗെദർ ആൻഡ് ഐഡന്റിഫൈ എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വീട്ടിലും സ്കൂളിലും, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം. ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. പാരൻസിൻ്റെ ഇൻഫ്ലുവൻസും കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്കൂൾസ് അത് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാം. ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം. ഈ പാർട്ട്ണർഷിപ്പിലൂടെ ജെൻഡർ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യണം. ബോത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ്സ്, ജെൻഡർ ട്രെയിനിങ് ആൻഡ് സെൻസിറ്റൈസേഷൻ സെക്ഷൻസ്, ട്രെയിനിങ് ഫോർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ടീച്ചേഴ്സ്, പാരൻസ്, സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ്, ലോക്കൽ അതോറിറ്റീസ് എല്ലാവരും ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, ബിഹേവിയർ ചേഞ്ച് ചെയ്യണം. മോണിറ്ററിംഗിൽ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ജെൻഡർ സെൻസിറ്റീവ് പ്രാക്ടീസസിൻ്റെ പ്രോഗ്രസ് എന്താണ്, അത് ദേ മസ്റ്റ് ബി റെഗുലർലി റിവ്യൂഡ് ആൻഡ് അസസ്ഡ്. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ജെൻഡർ എക്സ്പെർട്ട്? ദേ ഷുഡ് മോണിറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്. പ്രോഗ്രസ് സസ്റ്റെയിൻ ചെയ്യണം. മോണിറ്ററിംഗിലൂടെ ജെൻഡർ ഇക്വാലിറ്റിയും എഫേർട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് കുറേ കാലം കഴിയുമ്പോൾ ഇഗ്നോർഡ് അല്ല എന്നുള്ളത് നോക്കണം. മറ്റൊന്ന് ജെൻഡർ സെൻസിറ്റിവിറ്റി കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് സർവീസസ് ഒക്കെ അവൈലബിൾ ആക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൗൺസിലിംഗ് സപ്പോർട്ട് റിലേറ്റഡ് ടു ജെൻഡർ ഇഷ്യൂസ് പ്രൊവൈഡ് ചെയ്യണം. ടാർഗറ്റ് ഗ്രൂപ്പ്സ് ആരായിരിക്കണം? ഇത്തരം സർവീസസ് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്റ്റാഫ് ആൻഡ് പാരൻസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട് കൗൺസിലിംഗ് ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെ ഡീൽ ചെയ്യാനും കോൺഫിഡൻസും ഇക്വാലിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന് ഭയങ്കര മികച്ചൊരു പൊസിഷൻ തന്നെയാണുള്ളത്. അടുത്തത് അലോക്കേഷൻ ഓഫ് ബഡ്ജറ്റ്. ഫിനാൻഷ്യൽ സപ്പോർട്ട് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി കൊടുക്കണം. അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട്സ് എല്ലാം അലോക്കേറ്റ് ചെയ്യണം, എസ്പെഷ്യലി ഫോർ ജെൻഡർ സെൻസിറ്റീവ് പ്രോഗ്രാംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസി. ബഡ്ജറ്റ് അലോക്കേഷനിലൂടെ നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ലൈക്ക് ട്രെയിനിങ്, ഇൻഫ്രാസ്ട്രക്ചർ, അവയർനെസ് പ്രോഗ്രാംസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്, അതെല്ലാം എഫക്റ്റീവ് ആണെന്നുള്ളത് ഉറപ്പാക്കുക. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. കണ്ടിന്യൂസ് ഫണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജെൻഡർ ഇക്വാലിറ്റി മെഷേഴ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കമ്മിറ്റ്മെൻറ്റ് ഫ്രം സീനിയർ ലീഡർഷിപ്പ് ഓർ ഗവൺമെൻറ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ടോപ്പ് ലീഡർഷിപ്പിൽ നിന്ന് തന്നെ കിട്ടണം. എഫക്റ്റീവ് ആയിട്ടുള്ള ജെൻഡർ ഇക്വാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്ന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. പോളിസി എൻഫോഴ്സ്മെൻറ്റ് വേണം. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിസീസ് വേണം, അത് കറക്റ്റായിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ലീഡേഴ്സ് നെസസറി റിസോഴ്സസും അതുപോലെ തന്നെ ദേ ഷുഡ് കമ്മ്യൂണിക്കേറ്റ്. ഈക്വാലിറ്റിയോട് ഒപ്പമാണ് അവരെന്നുള്ളത് പ്രഖ്യാപിക്കുകയും വേണം. പക്ഷെ ഇതിന് നേരെ വിപരീതമാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിരിക്കണം. ഓർഗനൈസേഷണൽ സിസ്റ്റംസ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അടുത്തത് ജെൻഡർ സെൻസിറ്റീവ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഇവിടെ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചിനെ കുറിച്ചാണ്. ഓർഗനൈസേഷൻസ് ഒക്കെ ജെൻഡർ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യണം ആസ് എ കോ വാല്യൂ ഇൻ ദർ ഫങ്ഷനിങ്. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കണം. നമുക്ക് വേണ്ട കൾച്ചർ എന്ന് പറയുന്നത് ബോത്ത് മെൻ ആൻഡ് വുമൺ ദേ ആർ റെസ്പെക്റ്റഡ്. രണ്ടുപേരെയും റെസ്പെക്റ്റ് ചെയ്യണം, രണ്ടുപേരെയും ഈക്വലി ട്രീറ്റ് ചെയ്യണം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കുറേ കാലത്തേക്ക് നിൽക്കുന്ന ഒരു ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറണം, നമ്മുടെ എവറിഡേ പ്രാക്ടീസസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് Unit 3. Unit 4 will be done in another video.